നമസ്കാരം. നമ്മളിനി അടുത്തായിട്ട് എടുക്കുന്നത് പ്ലസ് ടുവിലെ 5ാമത്തെ ചാപ്റ്ററാണ്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആണ്. സോ നിങ്ങൾ പ്ലസ് 1 പഠിച്ച ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. സോ അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ബാക്കി ഭാഗമാണ് ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുക. സോ നിങ്ങൾ പ്ലസ് ടുവിലേക്ക് കയറുമ്പോൾ അതിൽ നമ്മൾ 5ാമത്തെ ചാപ്റ്ററാണ് ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ഇവിടെയാണ് നമ്മൾ ഡെറിവേറ്റീവ്സും ഡിഫറൻസിയേഷനും സ്റ്റാർട്ട് ചെയ്യുക. ശേഷം ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, പിന്നെ ഇൻറ്റഗ്രേഷൻ, അതിൻ്റെ ആപ്ലിക്കേഷൻ. അപ്പോൾ തുടർന്ന് വരുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്ന 5 ചാപ്റ്റർ. ഇനി അങ്ങോട്ട് 5 മുതൽ വരുന്ന ഒരു 5 ചാപ്റ്റർ ഉണ്ട്. ഈ ഒരു 5 ചാപ്റ്ററാണ് നമ്മുടെ പ്ലസ് ടുവിലെ ഏറ്റവും ബേസ് എന്ന് പറയാം. ബേസ് എന്നല്ല, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള, പഠിക്കാൻ കുറച്ച് പ്രയാസമുള്ള ചാപ്റ്റേഴ്സാണ് ഇനി വരുന്നത്. ഇനിയുള്ള ഒരു 5 ചാപ്റ്ററാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് പ്ലസ് 1 പഠിച്ച കുറച്ച് കാര്യങ്ങൾ ലിമിറ്റിൽ നിന്ന് നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. സോ നമ്മൾ പഠിച്ചത് ഇങ്ങനെയായിരുന്നു. അവിടെ പഠിച്ചു തുടങ്ങിയത്, സപ്പോസ് ഒരു ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 1 എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് 1ൻ്റെ വാല്യൂ, എഫ് ഓഫ് 1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കുക, 1 എന്ന് കൊടുക്കുക. സോ എഫ് ഓഫ് 1 ഈക്വൽ ടു 2 ഇൻറ്റു ഈ എക്സിൻ്റെ സ്ഥാനത്ത് 1 എന്ന് കൊടുത്തു, 2 × 1 + 1 എന്ന് കിട്ടും. സോ ഈക്വൽ ടു 3 ആയിരിക്കും. അതുപോലെ തന്നെ എഫ് ഓഫ് 2ൻ്റെ വാല്യൂ, അതായത് തന്നേക്കുന്ന ഫംഗ്ഷനകത്ത് എഫ് ഓഫ് എക്സ് തന്നേക്കുന്നത്, അതിൽ നമുക്ക് എന്ത് വേണം, എഫ് ഓഫ് 2 വേണം. എന്ത് ചെയ്താൽ മതി, തന്നേക്കുന്ന ഫംഗ്ഷനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് എന്ത് മാറ്റി, എക്സ് മാറ്റി 2 എന്ന് കൊടുത്താൽ മതി. സോ 2 ഇൻറ്റു ഈ എക്സ് മാറ്റി 2 എന്ന് വരും, 2 × 2 + 1 എന്ന് കിട്ടും. സോ ഈക്വൽ ടു 5 ആയിരിക്കും. സോ തന്നേക്കുന്ന ഫംഗ്ഷനകത്ത് നമ്മൾ എഫ് ഓഫ് 1 കണ്ടുപിടിച്ചു, അതുപോലെ എഫ് ഓഫ് 2 കാൽക്കുലേറ്റ് ചെയ്തു. ഈ കിട്ടിയ അല്ലെങ്കിൽ ഈ എഴുതിയ കാര്യം നമുക്ക് മറ്റൊരു രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിനാണ് നമ്മൾ എന്ത് പറയുക, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ്. അതായത് ഫംഗ്ഷനകത്ത് എക്സിൻ്റെ സ്ഥാനത്ത് 1 ആകുമ്പോഴുള്ള വാല്യൂ, അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുക. സോ നമ്മളിങ്ങനെയാണ് എഴുതുന്നത്, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ പകരം ക്വസ്റ്റിനകത്ത് എന്തായിരുന്നു, 2x + 1 ആയിരുന്നു, അതതുപോലെ കൊടുത്തു. സോ ഇനി എന്ത് ചെയ്യണം, ലിമിറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്കറിയാം, ലിമിറ്റ് അപ്ലൈ ചെയ്ത് മതി, തന്നിരിക്കുന്ന ഫംഗ്ഷനകത്ത് എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെയെല്ലാം ആ എക്സ് മാറ്റി നമ്മുടെ ലിമിറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള 1 കൊടുക്കുക. സോ ഈ ഒരു 2 ഇൻറ്റു എക്സിന് പകരം എന്ത് വരും, 1 എന്ന് വരും, +1 അതുപോലെ ഈക്വൽ ടു 3 എന്ന് കിട്ടും. അതായത് നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 3 എന്ന് കിട്ടി. അപ്പോൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പ്ലസ് 1 കണ്ടിരുന്നു. സോ അടുത്തായിട്ട് നമ്മൾ പറയുന്ന കാര്യം ഇതാണ്. ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1, എക്സ് ≤ 0, അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2, എക്സ് > 0. ഈ ക്വസ്റ്റിൻ്റെ അർത്ഥം ഇതാണ്, ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും, എക്സിൻ്റെ വാല്യൂ 0യോ അതിലെ താഴെയോ ആണെങ്കിൽ. അതുപോലെ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും 2 ആയിരിക്കും, എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതലാണെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ഫസ്റ്റ് 1 ആണ്, എക്സിൻ്റെ വാല്യൂ 0യോ അതിൽ താഴെയോ ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ ഗ്രാഫിനകത്ത് 0 എന്ന് പറയുന്ന പോയിൻ്റ് ഇതാണ്. 0യോ അതിൽ ചെറുതെന്ന് പറയുമ്പോൾ നമ്മുടെ ലെഫ്റ്റിലേക്കാണ് പോവുക, നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. എക്സിൻ്റെ വാല്യൂ 0യോ അതിൽ കുറവോ ആണെങ്കിൽ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ 0 ആണെങ്കിൽ 1 ആയിരിക്കും, -1 ആണെങ്കിൽ 1 ആയിരിക്കും, -2 ആയാലും ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 1 ആയിരിക്കും. സോ എന്തായിരിക്കും, ഈ ഒരു സ്ട്രേറ്റ് ലൈനായിരിക്കും നമുക്ക് കിട്ടുന്ന ഗ്രാഫ്. അതുപോലെ രണ്ടാമത്തെ വാല്യൂ ഇതാണ്, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2, എക്സ് > 0. അപ്പോൾ 0യേക്കാൾ കൂടുതലാണെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും, 2 ആയിരിക്കും. സോ എന്ത് ചെയ്യുക, 0യേക്കാൾ കൂടുതൽ എന്ന് പറയുമ്പോൾ അതാ ഗ്രാഫ് ഇതായി 0യിൽ നിന്നും ഇങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്, എക്സിൻ്റെ വാല്യൂസ് ഇതാ ഇങ്ങോട്ടായിരിക്കും. സോ ഫംഗ്ഷൻ്റെ വാല്യൂ എപ്പോഴും 2 ആയിരിക്കും. എപ്പോഴും എക്സിനെക്കാൾ കൂടുതൽ ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും ഫംഗ്ഷൻ എപ്പോഴും 2 തന്നെയായിരിക്കും. സോ 2ൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും ഗ്രാഫ്. പക്ഷേ 2 എന്ന് പറയുന്ന, അപ്പോൾ ഇവിടെ 2 എന്ന് പറയുന്ന ഈ ഒരു പോയിൻ്റ് ഈ ഗ്രാഫിൽ ഇൻക്ലൂഡ് ചെയ്യില്ല. കാരണം ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആകുന്നത് എക്സ് > 0 ആകുമ്പോഴാണ്. സോ ഇവിടെ ഈക്വൽ ടു സൈൻ ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുക, ബബിൾ ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്തത് 2 എന്ന് പറയുന്ന പോയിൻറ്റിലല്ല, 2 കഴിഞ്ഞ് തൊട്ടടുത്ത പോയിൻറ്റിൽ നിന്നുമാണ് ഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ഗ്രാഫ് 2ൽ നിന്നും മുന്നോട്ടായിരിക്കും പോകുന്ന ഒരു സ്ട്രേറ്റ് ലൈൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂറ്റിയുടെ കണ്ടീഷനാണ് നോക്കുക. അപ്പോൾ ഈ 2 ലൈൻ, 1ൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുന്നതും അതുപോലെ 2ൽ നിന്നും റൈറ്റിലേക്ക് പോകുന്ന ഈ 2 ലൈൻസ് തമ്മിൽ ജോയിൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ തമ്മിൽ അവർ കൂട്ടിമുട്ടുന്നില്ല.
അപ്പോൾ ഈ രണ്ട് ഗ്രാഫിനും തമ്മിൽ കോമൺ പോയിൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഫംഗ്ഷൻ തന്നിരിക്കുന്ന f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കില്ല. അപ്പോൾ ഗ്രാഫിൽ നിന്ന് നമുക്കൊരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ് വരച്ച് കഴിഞ്ഞാൽ ഈ കർവ് തമ്മിൽ ജോയിൻ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കോമൺ പോയിൻ്റ് ഉണ്ടായിരിക്കണം. സോ കോമൺ പോയിൻ്റ് ഇല്ലാത്തത് കൊണ്ട് ഈ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല എന്ന് ഗ്രാഫിൽ നിന്നും നമുക്ക് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ച മറ്റൊരു കൺസെപ്റ്റായിരുന്നു, അതായത് ഈ ഫംഗ്ഷൻ്റെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 0 കഴിഞ്ഞ് ലെഫ്റ്റിലേക്ക് വരുന്ന ഈ ഒരു പോർഷനാണ് വരിക. അപ്പോൾ 0ക്ക് ലെഫ്റ്റിലേക്ക് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് ആയിരിക്കും. അതാണ് നമ്മൾ ലിമിറ്റ് x→0 കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. 0ക്ക് ലെഫ്റ്റിലേക്കുള്ള വാല്യൂസ്. സോ 0ക്ക് ലെഫ്റ്റിലേക്കുള്ള ഏത് വാല്യൂ എടുത്താലും ഫംഗ്ഷൻ്റെ വാല്യൂ 1 ആണ്. സോ അതുകൊണ്ട് എന്തായിരിക്കും ലിമിറ്റ് x→0 വാല്യൂ 1ഉം. അതുപോലെ അടുത്ത റൈറ്റ് ഹാൻഡ് ലിമിറ്റ്, അത് ഗ്രാഫിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഗ്രാഫ് നോക്കുക. അപ്പോൾ 0 കഴിഞ്ഞ് റൈറ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ 0ക്ക് റൈറ്റിലേക്ക് പോകുമ്പോൾ എല്ലാം പോസിറ്റീവ് വാല്യൂസ് ആണുള്ളത്. സോ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് x→0 ആണ്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുക. ലിമിറ്റ് x→0 എന്ന് വെച്ചാൽ റൈറ്റിലേക്ക് പോകുമ്പോൾ 0 കഴിഞ്ഞ് റൈറ്റിലേക്കുള്ള പോർഷനിൽ കാണപ്പെടുന്ന പോസിറ്റീവ് നമ്പേഴ്സിൻ്റെ ലിമിറ്റ് അതെപ്പോഴും 2 തന്നെയാണ്. സോ ലിമിറ്റ് x→0 f(x) നോട്ട് ഈക്വൽ ടു ലിമിറ്റ് x→0 f(x) ആണ്. റൈറ്റ് ഹാൻഡ് ലിമിറ്റും ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും ഇവിടെ 1ഉം 2ഉമാണ്. അത് ഈക്വൽ അല്ല, നോട്ട് ഈക്വൽ ടു എന്നാണ് വന്നേക്കുക. സോ എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു ആണ് എങ്കിൽ ഫംഗ്ഷൻ എന്തല്ല, കണ്ടിന്യൂസ് അല്ല എന്നാണ് നമ്മൾ കഴിഞ്ഞ കൊല്ലം പഠിച്ചത്. അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആകുമ്പോഴാണ് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുന്നത് എന്നാണ് കഴിഞ്ഞ +1 നമ്മൾ കണ്ടു നിർത്തിയത്. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, കണ്ടിന്യൂറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ എടുക്കുക. എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനുണ്ട്, ഡിഫൈൻ ചെയ്തിരിക്കുന്നത് റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്നു. സോ എഫ് എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ സി എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു പോയിന്റിൽ, സി എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ് എങ്കിൽ ലിമിറ്റ് x→c f(x)ൻ്റെ വാല്യൂ f(c)ക്ക് ഈക്വൽ ആയിരിക്കും. സോ ഈ ഒരു ഡെഫിനേഷൻ പഠിച്ചു വെച്ചേക്ക്, കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനുള്ളതാണ്. സോ ലിമിറ്റ് x→c f(x)ൻ്റെ വാല്യൂ f(c)ക്ക് ഈക്വൽ ആണെങ്കിൽ ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ വഴി ചെക്ക് ചെയ്യാം. സോ എടുക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്, f(x) = 2x + 3 ആണ് തന്നിരിക്കുന്ന ചോദ്യം. സോ ഈ ഒരു ഫംഗ്ഷൻ അറ്റ് x = 1 കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ലിമിറ്റ് x→c f(x) = f(c) ആകുമ്പോഴാണ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റിനകത്ത് f(x)ൻ്റെ വാല്യൂ ഉണ്ട്, തന്നിരിക്കുന്ന ലിമിറ്റിംഗ് പോയിൻ്റ് ആണ് x = 1. സോ എന്തായിരിക്കും ഇവിടെ സിയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ 1 എന്ന് പറയുന്ന പോയിന്റിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. സോ നമുക്ക് ആദ്യം വേണ്ടത് ഇവിടെ ലെഫ്റ്റ് സൈഡുള്ളത് ലിമിറ്റ് x→c f(x) ആണ്. സോ ലിമിറ്റ് x→1 എന്ന് വരും. ഇവിടെ സിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് ലിമിറ്റ് x→1 f(x)ന് പകരം 2x + 3. ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്താൽ മതി. തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്ത് എക്സിന് പകരം 1 കൊടുക്കുക. എക്സിന് പകരം 1 കൊടുക്കുകയാണെങ്കിൽ 2 × 1 + 3 = 5 എന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിലെ ഈ ഒരു വാല്യൂ ആയി. ഇനി റൈറ്റ് സൈഡിലുള്ളത് f(c) ആണ്. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്, f(x) = 2x + 3 ആണ്. അപ്പോൾ നമുക്ക് വേണ്ടത് f(c). ഇവിടെ സിയുടെ വാല്യൂ 1 ആയതുകൊണ്ട് നമുക്ക് വേണ്ടത് f(x)ന് വരെ എന്ത് കൊടുക്കുക, 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ f(1) ആണ് വേണ്ടത്. സോ f(1) = ഇവിടെ എന്ത് ചെയ്യുക, തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് എക്സിന് പകരം 1 കൊടുക്കുക. സോ 2 × 1 + 3 = 5 എന്ന് കിട്ടും. അപ്പോൾ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് x→1 f(x) = f(c) എന്ന് കിട്ടി. രണ്ട് സൈഡിൽ എന്താണ്, 5 ആയതുകൊണ്ട് നമുക്ക് കിട്ടി ലിമിറ്റ് x→1 f(x) = f(c) എന്ന് കിട്ടി. സോ എന്തായിരിക്കും, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള ഇക്വേഷൻ. സോ ഡെഫിനിഷൻ ഇതാണ്, എഫ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ സി എന്ന് പറയുന്ന ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ലിമിറ്റ് x→c f(x) = f(c) ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നാണ്. നമ്മൾ പഠിച്ച ഇക്വേഷൻ ഇതായിരുന്നു, ലിമിറ്റ് x→c f(x) = f(c) ആണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും അറ്റ് എ പോയിൻറ്റ് സിയിൽ.
ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് കൂടെ നോക്കാം. അപ്പോൾ എഫും ജിയും രണ്ട് കണ്ടിന്യൂസ് ഫങ്ഷൻസാണ്. ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ക്യാപിറ്റൽ ആറിലാണ്, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സിൽ. സോ ഇവിടെ പ്രത്യേകത ഇതാണ്, എഫും ജിയും കണ്ടിന്യൂസ് ആണ് അറ്റ് എ പോയിൻറ്റ് സിയിൽ. സി എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ എഫും ജിയും കണ്ടിന്യൂസ് ആണ് എങ്കിൽ ഉറപ്പായിട്ടും എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷനും രണ്ടുകൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഫംഗ്ഷനും ഉറപ്പായിട്ടും സി എന്ന് പറയുന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ എഫ് മൈനസ് ജി എന്ന് പറയുന്ന ഫംഗ്ഷനും സി എന്ന് പറയുന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. അതുപോലെ എഫ് ഇൻറ്റു ജി എന്ന് പറയുന്ന ഫംഗ്ഷനും അറ്റ് പോയിൻറ്റ് സിയിൽ കണ്ടിന്യൂസ് ആണ്. അതുപോലെ തന്നെ എഫ് ബൈ ജിയും ഉറപ്പായിട്ടും സി എന്ന് പറയുന്ന പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആയിരിക്കും. ഇതാണ് 4 പ്രോപ്പർട്ടീസ്. അപ്പോൾ അതൊന്ന് നോക്കി വെച്ചേക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ എക്സസൈസിലെ ആദ്യത്തെ ചോദ്യം ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ മെറ്റീരിയൽ തന്നിരിക്കുന്ന മെത്തേഡല്ല നമ്മൾ ചെയ്യുക. ഞാനിവിടെ തൊട്ട് മുമ്പ് പറഞ്ഞു വന്ന ആ ഒരു മെത്തേഡിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. പ്രൂവ് ദാറ്റ് എ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x - 3 ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു -3 ആൻഡ് എക്സ് ഈക്വൽ ടു 5. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5x - 3 എന്ന് പറയുന്നതാണ് ഫംഗ്ഷൻ. സോ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 0യിലും അതുപോലെ -3യിലും അതുപോലെ 5 ഈ 3 പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ചെയ്തു വരാം. ഫസ്റ്റ് ചെയ്യേണ്ടത് വേണ്ട എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിൻറ്റിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പ്രൂവ് ചെയ്യണം. തന്നിരിക്കുന്ന പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത് എന്താണ്, എക്സ് ഈക്വൽ ടു സി എന്നാണ്. സോ ഇവിടെ 0 ആണ് നമ്മുടെ സിയുടെ വാല്യൂ. തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് 5x - 3യുമാണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആണ് എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, നമ്മുടെ ഡെഫിനിഷൻ ഇതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണ് എങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. സോ ഇവിടെ ആദ്യമേ ചെയ്യുന്നതാണ് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ഉണ്ട്. അടുത്തതായിട്ട് എഫ് ഓഫ് 0 ആണ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഇവിടെ സിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് എഫ് ഓഫ് സി, സിക്ക് പകരം 0 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും, എഫ് ഓഫ് സി കിട്ടും. സോ എന്ത് ചെയ്തു, എഫ് ഓഫ് 0 കാൽക്കുലേറ്റ് ചെയ്യാം. എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ തന്നേക്കുന്ന ഫംഗ്ഷനകത്ത് എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി, 0 ആക്കുക. സോ തന്നേക്കുന്ന ഫംഗ്ഷനകത്ത് റൈറ്റ് സൈഡിൽ 5 × 0 - 3 എന്ന് വരും. നമ്മൾ എക്സിന് പകരം 0 എന്ന് കൊടുത്തു. അപ്പോൾ കിട്ടുന്ന ആൻസർ 5 × 0 0 ആണ്, -3 ബാക്കി മാത്രമേ ഉള്ളൂ. സോ ഈക്വൽ ടു -3 എന്ന് കിട്ടും. അപ്പോൾ എഫ് ഓഫ് 0യുടെ വാല്യൂ -3 എന്ന് കിട്ടി. അടുത്തായിട്ട് വേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ ആണ്. സോ വാല്യൂ എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്ന് വരും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിന് പകരം 5x - 3. ഇനി എന്ത് ചെയ്യുക, 0 ആയിട്ടുള്ള ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ 0 ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, തന്നിരിക്കുന്ന ഫംഗ്ഷനകത്ത് എവിടെയൊക്കെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം എന്ത് ചെയ്യുക, ലിമിറ്റിംഗ് പോയിൻ്റ് ആയിട്ടുള്ള 0 കൊടുക്കുക. സോ 5 × 0 - 3 എന്ന് കിട്ടും. ഈക്വൽ ടു -3 തന്നെയാണ്. നമുക്ക് കിട്ടിയ എഫ് ഓഫ് 0യുടെ വാല്യൂ -3 ആണ്. അതുപോലെ ഇവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ -3 എന്ന് കിട്ടി. സോ എന്തായിരിക്കും, രണ്ടും ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ആയതുകൊണ്ട് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് അറ്റ് ദ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 0യിൽ. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് എക്സ് ഈക്വൽ ടു -3 എന്ന് പറയുന്ന പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്നാണ്. സോ വീണ്ടും എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 5x - 3 ആണ്. ഇവിടെ മാറിയത് എക്സിൻ്റെ വാല്യൂ -3 ആയതുകൊണ്ട് സിയുടെ വാല്യൂ എന്താവും, -3 എന്നായി. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ആദ്യം വേണം എന്താണ്, എഫ് ഓഫ് സിയുടെ വാല്യൂ. സിക്ക് പകരം -3 കൊടുക്കുകയാണെങ്കിൽ എഫ് ഓഫ് -3 ആണ് ആദ്യം വേണ്ടത്. അപ്പോൾ എഫ് ഓഫ് -3 എന്ന് പറയുമ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷനകത്ത് എക്സിന് പകരം എന്ത് കൊടുക്കുക, -3 എന്ന് കൊടുക്കുക. സോ 5 × -3, ഈ ഒരു -3 അതുപോലെ 5 × -3 -15 ആണ്. -15 -3 -18 എന്ന് കിട്ടും. സോ എഫ് ഓഫ് -3യുടെ വാല്യൂ നമുക്ക് കിട്ടി, അത് -18 ആണ്. അടുത്തായിട്ട് വേണ്ടത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ആണ്. സിക്ക് പകരം -3. സോ ലിമിറ്റ് എക്സ് ടെൻസ് -3 എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. സോ ഇവിടെ എഫ് ഓഫ് എക്സിന് വാല്യൂ എടുക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 5x - 3 എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എക്സിന് പകരം എന്ത് കൊടുത്താൽ മതി, ഈ -3 കൊടുത്താൽ മതി. സോ 5 × -3 ബാക്കി -3 അതുപോലെ. സോ വീണ്ടും 5 × -3 എന്ന് പറയുമ്പോൾ -15 ആണ്. -15 -3 -18 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയ എഫ് ഓഫ് -3യുടെ വാല്യൂ -8, അതുപോലെ ലിമിറ്റിംഗ് വാല്യൂ എന്ത് തന്നെയാണ്, -18 തന്നെയാണ്.
അപ്പോൾ നമുക്ക് എഴുതാൻ പറ്റും അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു -3 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് -3 ആണ്. സോ എന്തായിരിക്കും വീണ്ടും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് കിട്ടി. അപ്പോൾ മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട്. എക്സ് ഈക്വൽ ടു 5 ചെക്ക് ചെയ്യുക നിങ്ങൾ. ഇതുപോലെ തന്നെയാണ് ചെയ്ത് വരേണ്ടത്. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക ഒന്നാമത്തെ എക്സസൈസിലെ മൂന്നാമത്തെ ചോദ്യമാണ്. സോ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ എക്സാമിൻ ദ ഫോളോയിങ് ഫങ്ഷൻസ് ഫോർ കണ്ടിന്യൂറ്റി എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ ഒരു 4 ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനും ഇത് തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. തൊട്ട് മുമ്പ് വരെയുള്ള ചോദ്യത്തിനകത്ത് അവരൊരു പർട്ടിക്കുലർ പോയിൻ്റ് തരുമായിരുന്നു. അതായത് എക്സ് ഈക്വൽ സി എന്നോ അല്ലെങ്കിൽ എക്സ് ഈക്വൽ 0 -3 എന്ന് പറയുന്നിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ കണ്ടിന്യൂസ് ആണോ അല്ലയോ ചെക്ക് ചെയ്യാനാണ് ഇതുവരെ ചോദിച്ചത്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ലിമിറ്റിംഗ് പോയിൻ്റ് പറയുന്നില്ല. ജസ്റ്റ് ഫംഗ്ഷൻ മാത്രമേ ഉള്ളൂ. ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പോൾ അതാണ് ഇവിടുത്തെ വ്യത്യാസം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് -5 ആണ്. തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നമുക്ക് പർട്ടിക്കുലർ പോയിൻ്റ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യില്ല, തൊട്ട് മുമ്പ് ഉപയോഗിച്ച ഇക്വേഷൻ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. തന്നിരിക്കുന്ന ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. എക്സ് -5 എന്ന് പറയുന്നത് ഒരു പോളിനോമിയലാണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. ഏത് പോളിനോമിയൽ ഫംഗ്ഷൻ എടുത്താലും അത് റിയൽ നമ്പറിലെ ഏത് പോയിൻറ്റിലും എല്ലാ പോയിൻറ്റിലും എന്തായിരിക്കും കണ്ടിന്യൂസ് ആണ് എന്ന് പഠിച്ചിട്ടുണ്ട്. സോ എന്തായിരിക്കും തന്നിരിക്കുന്ന ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് -5 ആണ്. അപ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നൊരു പോളിനോമിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ എന്തായിരിക്കും റിയൽ നമ്പേഴ്സിൽ എല്ലായിടത്തും കണ്ടിന്യൂസ് ആണെന്ന് അവിടെ നിന്ന് എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങളിവിടെ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പം പോളിനോമിയൽ ഫംഗ്ഷൻസ് മാത്രമല്ല ഇതുപോലെ കണ്ടിന്യൂസ് ആണ് എന്ന് പറയാൻ പറ്റുക. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, ഒന്നാമത്തെ കാര്യം കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻ, 2 പോളിനോമിയൽ ഫംഗ്ഷൻ, 3 മോഡുലസ് ഫംഗ്ഷൻ, 4 റാഷണൽ ഫംഗ്ഷൻ, 5 ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ്. അപ്പോൾ ഈ പറഞ്ഞ 5 ഫംഗ്ഷനും റിയൽ നമ്പേഴ്സിലെ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ അവിടെ എഴുതിയെടുത്ത് പഠിക്കുക. ഒന്നാമത് പറഞ്ഞത് കോൺസ്റ്റൻറ്റ് ഫംഗ്ഷനാണ്. അതായത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു കെ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ. അവിടെ കെ എന്ന് വെച്ചാൽ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. 1 2 3 ഏത് നമ്പർ വേണമെങ്കിലും വരാം. അപ്പോൾ കോൺസ്റ്റൻറ്റ് ഫംഗ്ഷൻസ് റിയൽ നമ്പേഴ്സിലെ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണ്. അതുപോലെ രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ്, പോളിനോമിയൽ ഫംഗ്ഷനാണ്. അപ്പോൾ പോളിനോമിയൽ ഫംഗ്ഷൻ നമ്മളിവിടെ കണ്ടുപോലെ എക്സ് -5 അല്ലെങ്കിൽ എക്സ് സ്ക്വയർ + 2x + 1 അല്ലെങ്കിൽ x³ -3. അപ്പോൾ അതുപോലുള്ള പോളിനോമിയൽ ഫംഗ്ഷൻസ് ഇവരെന്തായിരിക്കും റിയൽ നമ്പേഴ്സിലെ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ മൂന്നാമതായിട്ട് പറഞ്ഞ ഫംഗ്ഷൻ ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ. അതായത് മോഡ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്താണ് റിയൽ നമ്പേഴ്സിലെ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണ്. അതുപോലെ റാഷണൽ ഫംഗ്ഷൻ, അതായത് 1/x പോലുള്ള റാഷണൽ ഫംഗ്ഷൻസ് അതും എന്തായിരിക്കും റിയൽ നമ്പേഴ്സിലെ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. ലാസ്റ്റ് ഫംഗ്ഷൻ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ആണ്. അതായത് നമ്മുടെ സൈൻ ഫംഗ്ഷൻ, കോസ്, ടാന്, കൊസീക്ക്, സീക്ക്, കോട്ട്, ഈ 6 ട്രിഗണോമെട്രിക് ഫംഗ്ഷനും റിയൽ നമ്പേഴ്സിലെ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആണ്. അപ്പോൾ ഒരു ഫംഗ്ഷൻ തന്നെയാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ സൈൻ എക്സ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അതൊരു ട്രിഗണോമെട്രിക് ഫംഗ്ഷനാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസും കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് സൈൻ എക്സും കണ്ടിന്യൂസ് ആയിരിക്കും എന്ന് എഴുതിയാൽ മാത്രം മതി. അവിടെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, പ്രൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ എന്താണ് ഈ പറഞ്ഞ 5 ഫംഗ്ഷൻ ആയിരിക്കും റിയൽ നമ്പേഴ്സിലെ എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ആ മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ സി പാർട്ട് ക്വസ്റ്റ്യനാണ് ചെയ്യുക. അപ്പോൾ സി പാർട്ടിലെ ചോദ്യം ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ -25 ഹോൾ ബൈ എക്സ് + 5 എന്നാണ്. അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ലിമിറ്റിംഗ് പോയിൻ്റ് ഒന്നും പറയുന്നില്ല. പക്ഷേ നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇതൊരു റാഷണൽ ഫംഗ്ഷനാണ്. അതായത് a/b ഫോം അല്ലെങ്കിൽ x/y ഫോമിലുള്ള ഒരു റാഷണൽ ഫംഗ്ഷനാണ്. അപ്പോൾ റാഷണൽ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ആയിട്ടുള്ള എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഫൈൻഡ് ആണ് എങ്കിൽ മാത്രമേ ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകുള്ളൂ. അപ്പോൾ ഡിഫൈൻഡ് ആണ് എന്ന് പറയുന്ന കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇവിടെ താഴെ ഡിനോമിനേറ്ററിനകത്ത് എക്സിന് പകരം -5 കൊടുത്തു കഴിഞ്ഞാൽ എക്സിൻ്റെ വാല്യൂ -5 ആണെങ്കിൽ -5 + 5 0 എന്നാണ്. അതായത് 1/0 ഫോം ആവും. സോ ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അതായത് 1/0 ഇൻഫിനിറ്റി ആണ്, നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ -5 ആയി കഴിഞ്ഞാൽ ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ നോട്ട് ഡിഫൈൻഡ് ആയിട്ടുള്ളത് എക്സിൻ്റെ വാല്യൂ -5 ആകുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിൽ ഫംഗ്ഷൻ എന്തായിരിക്കത്തില്ല, കണ്ടിന്യൂസ് ആയിരിക്കത്തില്ല.
എക്സ് ഈക്വൽ ടു -5 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ നോട്ട് കണ്ടിന്യൂസ് ആയിരിക്കും, കാരണം അത് ഡിഫൈൻഡ് അല്ല. പക്ഷേ ഈ -5 ഒഴിച്ച് ബാക്കി ഏത് വാല്യൂ എക്സിന് കൊടുത്താലും അവിടെയെല്ലാം ഫംഗ്ഷൻ എന്തായിരിക്കും, ഒരു റാഷണൽ ഫംഗ്ഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാ റാഷണൽ ഫംഗ്ഷനും കണ്ടിന്യൂസ് ആണ്. സോ എന്തായിരിക്കും, എക്സ് നോട്ട് ഈക്വൽ ടു -5 ആകുന്ന എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഒരു റാഷണൽ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഡിനോമിനേറ്റർ 0 ആകാനുള്ള ചാൻസ് നോക്കുക. ഇവിടെ -5 ആകുമ്പോഴാണ് ഡിനോമിനേറ്റർ 0 ആകുക. സോ അന്നേരം ഫംഗ്ഷൻ നോട്ട് ഡിഫൈൻഡ് ആണ്. സോ എന്തല്ല, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. ശേഷം വരിക ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും, അതായത് എക്സ് നോട്ട് ഈക്വൽ ടു -5 ആകുന്ന എല്ലാ പോയിന്റിലും എന്തായിരിക്കും, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 5ാമത്തെ ചോദ്യമാണ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് വായിച്ചു നോക്കുകയാണെങ്കിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഇതാണ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. അതുപോലെ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 5 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ് തന്നിരിക്കുന്ന ഫംഗ്ഷൻ. അപ്പോൾ ചോദ്യം ഇതാണ്, അറ്റ് എക്സ് ഈക്വൽ ടു 0, എക്സ് ഈക്വൽ ടു 1, എക്സ് ഈക്വൽ ടു 2 പറയുന്ന 3 പോയിന്റിൽ തന്നിരിക്കുന്ന ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ടാണ് ചോദിച്ചേക്കുക. അപ്പോൾ ആൻസർ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത, നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ക്വസ്റ്റ്യനകത്തെല്ലാം തന്നിരിക്കുന്ന ഫംഗ്ഷന് ഒരൊറ്റ വാല്യൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ 2 വാല്യൂ ഉണ്ട് ഫംഗ്ഷന്. അത് തന്നെ 2 ലിമിറ്റായിട്ടാണ് കൊടുത്തേക്കുക. നമുക്ക് ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്നാണ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇതാണ്, ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകാനായിട്ട് അറ്റ് പോയിന്റ് സിയിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണ് എങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്കിവിടെ സി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ വാല്യൂ ആണ് 0. ആദ്യത്തെ പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് സിക്ക് പകരം 0 എന്ന് വരും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് എന്നായിരിക്കും വരിക. സോ ഇവിടെ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ എക്സ് എന്നാണ് വരുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ഒരു ഫംഗ്ഷൻ നോക്കുമ്പോൾ എക്സ് ടെൻസ് ടു 0 ആണ്. എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഇവിടെ നോക്കുക, എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാര്യം 5 വരുന്നത് എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ, 1നേക്കാൾ കൂടിയ വാല്യൂസ് എക്സിന് വരുമ്പോൾ മാത്രമാണ് ഫംഗ്ഷൻ 5 ആകുക. എക്സിൻ്റെ വാല്യൂ 1ൽ ചെറുതോ 1ൽ ചെറുതോ ആകുമ്പോഴാണ് എക്സ് എന്ന് പറയുന്ന ഫംഗ്ഷൻ്റെ വാല്യൂ ആകുക. സോ നമുക്കിവിടെ എക്സ് ടെൻസ് ടു 0 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് 1നേക്കാൾ ചെറിയ നമ്പറാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷൻ എക്സ് എന്ന് സെലക്ട് ചെയ്തത് ഇവിടെ. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എക്സ് എന്ന് വരും. എഫ് ഓഫ് എക്സിന് പകരം എക്സ്. സോ ഇനി എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ എന്ത് ചെയ്താൽ മതി, ഈ ഒരു എക്സിന് പകരം നമ്മൾ 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈക്വൽ ടു നമുക്ക് 0 എന്ന് കിട്ടി. അടുത്തതായിട്ട് റൈറ്റ് സൈഡിൽ എഫ് ഓഫ് സി ആണുള്ളത്. സോ നമുക്ക് വേണ്ടത് എഫ് ഓഫ് സിയുടെ വാല്യൂ ആണ്. ഇവിടെ സിയുടെ വാല്യൂ 0 ആണ്. സോ വീണ്ടും നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ വീണ്ടും നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഫംഗ്ഷനകത്ത് നിന്നും ഈ തന്നിരിക്കുന്ന ഡേറ്റിൽ നിന്നും എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഫംഗ്ഷൻ എക്സ് ആണ്. കാര്യം ഈ 5 നമുക്ക് എടുക്കാൻ പറ്റില്ല. കാര്യം എക്സിൻ്റെ വാല്യൂ 1ൽ കൂടുതലാകുമ്പോൾ മാത്രമേ 5 വരുള്ളൂ. സോ 0 ആയതുകൊണ്ട് ഫംഗ്ഷൻ വീണ്ടും എക്സ് ആണ്. എക്സിന് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും എഫ് ഓഫ് സിയുടെ വാല്യൂ 0 എന്ന് കിട്ടി. അപ്പോൾ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു സി 0 എക്സ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. അതുപോലെ എഫ് ഓഫ് സിയുടെ വാല്യൂം 0 എന്ന് കിട്ടി. രണ്ടും ഈക്വൽ ആണ്. സോ എന്തായിരിക്കും, ഫംഗ്ഷൻ അറ്റ് പോയിൻറ്റ് 0ൽ കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ചെക്ക് ചെയ്യാനുള്ളത് അറ്റ് എക്സ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ ഈ 1 എന്ന് പറയുന്ന പോയിൻ്റ് പ്രത്യേകത ഇതാണ്. നിങ്ങൾ ഫംഗ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോയിൻ്റാണ് 1. ഫംഗ്ഷൻ എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നോ അല്ലെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോഴാണ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുക. സോ ഈ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോയിൻറ്റിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യില്ല. നമ്മളവിടെ ഉപയോഗിക്കുക ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആയിരിക്കും. അതായത് ലിമിറ്റ് ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയാണ് വരിക, ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എഗെയിൻ ഈക്വൽ ടു എഫ് ഓഫ് സി ആകുകയാണെങ്കിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇത് ഉപയോഗിക്കുന്നത് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ പോയിൻറ്റിലെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, എക്സ് ഈക്വൽ ടു 1 ആകുമ്പോഴുള്ള കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് നോക്കാം. അപ്പോൾ ഇവിടെ വരിക ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 മൈനസ് എന്നാണ് വരിക. അതാണ് ലെഫ്റ്റ് ലിമിറ്റ്. ഇവിടെ എക്സിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് എക്സ് ടെൻസ് ടു 1 മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് വരും. ഇനി നമ്മൾ എക്സ് ടെൻസ് ടു 1 മൈനസ് ആകുമ്പോഴുള്ള എഫ് ഓഫ് എക്സ് സെലക്ട് ചെയ്യണം. അതായത് 1നേക്കാൾ ചെറുതാണ്. 1 മൈനസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫംഗ്ഷനകത്ത് എക്സിൻ്റെ വാല്യൂസ്
1 ചെറുതാണ് വരിക. സോ നമുക്ക് ഇവിടെ നമ്മുടെ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ എക്സ് ആണ് ക്വസ്റ്റിനകത്തുണ്ട്. സോ എന്തായിരിക്കും ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് എക്സ് എന്ന് കിട്ടും. സോ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് എന്ന് വന്നു. അവിടെ മൈനസ് കളയുക, മൈനസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്ര മാത്രമേ ഉള്ളൂ. ഫംഗ്ഷൻ എന്താണ് എക്സിന് ലെഫ്റ്റ് സൈഡിലാണോ അല്ലെങ്കിൽ റൈറ്റ് സൈഡാണോ, ആ ഒരു കാര്യം മാത്രമേ നെഗറ്റീവ് സൈൻ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. സോ നെഗറ്റീവ് കളഞ്ഞു, ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 എക്സ് എന്ന് വരും. സോ ഈക്വൽ ലിമിറ്റ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എക്സിന് 1 കൊടുക്കുക. സോ 1 എന്ന് കിട്ടി. ഇനി നമ്മൾ അതുപോലെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് നോക്കുന്നു. റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 1 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. ഇനി വീണ്ടും നോക്കുക, 1 പ്ലസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എക്സിൻ്റെ വാല്യൂ 1 കൂടുതലാണ്. 1 നിന്ന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വാല്യൂസാണ് എക്സിന് വരിക. അപ്പോൾ ഉള്ള ഫംഗ്ഷൻ്റെ വാല്യൂ, അതായത് നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 5 ആണ്. അതാണ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ്. സോ എന്ത് ചെയ്യും, ഇവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് 5 എന്ന് കിട്ടും. അവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാര്യം ഇവിടെ എക്സിന് ടേംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് വാല്യൂ 5 ആണ്. സോ നോക്കുകയാണെങ്കിൽ ഇവിടെ 1ഉം ഇത് 5 കിട്ടിയത് LHL, അതായത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും ഈക്വൽ അല്ല എന്ന് കിട്ടി. സോ എന്തായിരിക്കും ഫംഗ്ഷൻ കണ്ടിന്യൂസ് അല്ല. അറ്റ് പോയിൻറ്റ് എക്സ് ഈക്വൽ ടു 1 ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റിലെ മൂന്നാമത്തെ പാർട്ട് ഇതാണ്. അറ്റ് എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ്. സോ ഇവിടെ സിയുടെ വാല്യൂ 2 ആണ്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, പഴയ മെത്തേഡിൽ ചെയ്ത് വന്നാൽ മതിയാവും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു സി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് സി ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സിക്ക് പകരം 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 2 ആണ് എന്ന് ചെക്ക് ചെയ്യാം. സോ നോക്കുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 5 ആണ്. കാരണം എക്സിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ ഫംഗ്ഷൻ നോക്കുക, നിങ്ങളുടെ ക്വസ്റ്റ്യൻ കൂടെ നോക്കി വയ്ക്കുക. എക്സിൻ്റെ വാല്യൂ 2 ആകുക എന്ന് വെച്ചാൽ തന്നേക്കുന്ന ഫംഗ്ഷനകത്തുനിന്ന് എക്സ് ഗ്രേറ്റർ ദാൻ 1 ആണ്. 2 എന്ന് പറയുന്ന വാല്യൂ 1 കൂടുതലാണ്. സോ എന്ത് വരും, എക്സ് ഗ്രേറ്റർ ദാൻ 1 എന്ന് വരും. സോ ഗ്രേറ്റർ ദാൻ 1 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 5 ആണെന്ന് ക്വസ്റ്റിനകത്തുണ്ട്. സോ എന്ത് വരും, അവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 5 ആണ്. അപ്പോൾ അടുത്തോട്ട് വേണ്ടത് എഫ് ഓഫ് 2ൻ്റെ വാല്യൂ ആണ്. വീണ്ടും നോക്കുകയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2 ആകുകയാണെങ്കിൽ അവിടെയും ഫംഗ്ഷൻ ഏത് തന്നെയാണ്, അത് 1 കൂടിയ വാല്യൂ ആണ് 2. സോ വീണ്ടും ഫംഗ്ഷൻ്റെ വാല്യൂ 5 എന്നാണ് വരിക. അവിടെ എക്സിൻ്റെ ടേംസ് ഒന്നും ഇല്ല, അപ്പോൾ എന്ത് ചെയ്യില്ല, ലിമിറ്റും അപ്ലൈ ചെയ്യാനായിട്ട് വരില്ല. സോ ഡയറക്റ്റ് എഫ് ഓഫ് 2ൻ്റെ വാല്യൂ 5 എന്ന് കിട്ടും. സോ എന്ത് കിട്ടും, നമുക്കിവിടെ 5 ഈക്വൽ ടു 5 എന്ന് വരും. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 2 എന്ന് കിട്ടി. സോ രണ്ടും ഈക്വൽ ആണ് എങ്കിൽ ഫംഗ്ഷൻ എന്താണ്, കണ്ടിന്യൂസ് ആണ്. ദെർഫോർ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കും. ഇത്രയേ ഉള്ളൂ അവിടെ ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നിങ്ങളുടെ മെറ്റീരിയലിലെ 6ാമത്തെ ചോദ്യമാണ് ചെയ്യാം. നോക്കിയേക്കുക. സോ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ പറയുന്നത് ഇങ്ങനെയാണ്, ഫൈൻഡ് ഓൾ പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓഫ് എഫ് വെയർ എഫ് ഈസ് ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x + 3 ഇഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതുപോലെ 2x - 3 ഇഫ് എക്സ് ഗ്രേറ്റർ ദാൻ 2. അപ്പോൾ വീണ്ടും ഫംഗ്ഷൻ 2 വാല്യൂസാണ് വരിക. സോ നമുക്ക് വേണ്ടത് ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിൻറ്റുകളാണ്. തന്നിരിക്കുന്ന എഫ് ഓഫ് എക്സ് ഏതൊക്കെ പോയിൻറ്റിലാണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്യണം. നമുക്ക് ആൻസറിലേക്ക് പോവാം. സോ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 2 എന്ന് പറയുന്ന ഒരു പോയിൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നോക്കുകയാണെങ്കിൽ എക്സ് ലെസ് ദാൻ 2 ആകുമ്പോൾ, അതുപോലെ തന്നെ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോഴും എഫ് ഓഫ് എക്സ് ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ 2 ആണെങ്കിലും അതുപോലെ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോഴും രണ്ട് കേസിലും ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു പോളിനോമിയൽ ഫംഗ്ഷനാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലാ പോളിനോമിയൽ ഫംഗ്ഷൻസും എല്ലാ പോയിൻറ്റിലും കണ്ടിന്യൂസ് ആയിരിക്കും. ബാക്കി ഇവിടെ ചെക്ക് ചെയ്യാനുള്ളത് അടുത്ത എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോയിൻറ്റും കൂടെ ചെക്ക് ചെയ്യാനുള്ളൂ. സോ എന്ത് ചെയ്യുക, നമ്മൾ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന പോയിൻറ്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും ആ 2 എന്ന് പറയുന്ന പോയിൻറ്റ് നമ്മുടെ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന പോയിൻ്റാണ്. അതുകൊണ്ട് എന്ത് ഉപയോഗിക്കുക, ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആ ഒരു കണ്ടീഷൻ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സോ നോക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് 2 എന്ന് പറയുന്ന പോയിൻറ്റിലെ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യാനുള്ളത്. നമ്മൾ ആദ്യമായിട്ട് റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ് നോക്കുക. അതാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 + എഫ് ഓഫ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുക. അതായത് റൈറ്റ് ഹാൻഡ് ലിമിറ്റാണ്.
അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഇവിടുന്ന് ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്. അതായത് എക്സിൻ്റെ വാല്യൂ 2+ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക 2വിനേക്കാൾ കൂടുതലാകുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ കൂടുതലാകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ. നമ്മൾ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷനകത്ത് എക്സ് ഗ്രേറ്റർ ദാൻ 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2x - 3 ആണ്. സോ എന്ത് വരും ഇവിടെ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 + 2x - 3 എന്ന് കിട്ടും. സോ ഇനി എന്ത് ചെയ്യുക? നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ലിമിറ്റ് ഇവിടെ 2 ആണ്. ആ 2 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 × 2 - 3 എന്ന് കിട്ടും. സിംപ്ലിഫൈ ചെയ്താൽ = 1 ആണ്. ഇതാണ് നമ്മുടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയാം. അടുത്തായിട്ട് വേണ്ടത് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആണ്. അതാണ് നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 2 - എഫ് ഓഫ് എക്സ് എന്ന് കിട്ടും. ഇവിടെ 2 - കൊണ്ട് ഉദ്ദേശിക്കുക എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ ചെറുതാകുമ്പോൾ, എക്സിൻ്റെ വാല്യൂ 2ഓ അല്ലെങ്കിൽ അതിൽ ചെറുതോ ആകുമ്പോൾ ഉള്ള ഫംഗ്ഷൻ്റെ വാല്യൂ ആണ്. അപ്പോൾ നിങ്ങൾ വീണ്ടും ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫംഗ്ഷൻ നോക്കുമ്പോൾ എക്സ് << 2 ആകുമ്പോൾ എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 2x + 3 ആണ്. അതാണ് നമ്മുടെ എക്സ് ടെൻസ് ടു 2 - എന്നുകൊണ്ട് ഉദ്ദേശിക്കുക എക്സിൻ്റെ വാല്യൂ 2വിനേക്കാൾ ചെറുത്. സോ അവിടെ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക 2x + 3 എന്നാണ്. ഇനി വീണ്ടും എന്ത് ചെയ്യുക? ലിമിറ്റായിട്ടുള്ള 2 അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 2 × 2 + 3 എന്ന് കിട്ടും. = നമുക്ക് 7 എന്ന് കിട്ടി. അപ്പോൾ നോക്കുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടിയത് 1ഉം ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടിയത് 7ഉം ആണ്. സോ രണ്ടും എന്തല്ല? ഈക്വൽ അല്ല. 1 ≠ 7 ആണ്. സോ ഫംഗ്ഷൻ അറ്റ് പോയിൻറ്റ് 2ൽ കണ്ടിന്യൂസ് അല്ല. ആ ക്വസ്റ്റ്യൻ ചോദിച്ചത് തന്നെയാണ്. ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിൻ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുക. സോ 2 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ എന്തല്ല? ഡിസ്കണ്ടിന്യൂസ് ആണ്, അതായത് കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമ്മൾ അടുത്തായിട്ട് ചെയ്യുക 8ാമത്തെ ചോദ്യമാണ്. അപ്പോൾ 8ാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞേക്കുക: എഫ് ഓഫ് എക്സ് = mod x/x ഇഫ് എക്സ് ≠ 0. അതുപോലെ എഫ് ഓഫ് എക്സ് = 0 ഇഫ് എക്സ് = 0 ആണ്. എക്സിൻ്റെ വാല്യൂ 0 അല്ലാതെ ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ വാല്യൂ mod x/x ആയിരിക്കും. അതുപോലെ എക്സിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതാണ് തന്നിരിക്കുന്ന കണ്ടീഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതൊക്കെ പോയിന്റിലാണ് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 എന്ന് പറയുന്ന പർട്ടിക്കുലർ പോയിന്റിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ആദ്യമേ ആ 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് 0 എന്ന് പറയുന്ന പോയിന്റിൽ ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റിയാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ എന്ത് ചെയ്യുക? ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 0 എന്ന് പറയുന്ന പോയിന്റിലായതുകൊണ്ട് നമ്മൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും കണ്ടുപിടിക്കുക. സോ ലെഫ്റ്റ് ലിമിറ്റ് എന്ന് പറയുക ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 - എഫ് ഓഫ് എക്സ് ആണ്. സോ ഇവിടെ 0 ആണ് എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ ചെറുതാണ് വരിക. അപ്പോൾ 0 അല്ലാതെ ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ വാല്യൂ mod x/x ആണ് ക്വസ്റ്റിനകത്തുണ്ട്. എക്സ് ≠ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ ക്വസ്റ്റിനകത്തുണ്ട് mod x/x ആയിരിക്കും. സോ ഇവിടെ ലെഫ്റ്റ് ലിമിറ്റിൽ അതായത് 0 അല്ലാത്തൊരു വാല്യൂ വരുന്നത് 0യേക്കാൾ താഴെയുള്ള വാല്യൂസാണ് വരിക. അതുകൊണ്ട് നമ്മൾ ഫംഗ്ഷന് വരെ കൊടുക്കേണ്ട വാല്യൂ mod x/x എന്നാണ്. ഇനി നിങ്ങൾ അറിയേണ്ട മറ്റൊരു കാര്യം, നിങ്ങൾക്കറിയാം mod x-നകത്തെ എക്സിന് 2 വാല്യൂസാണ് പോസിബിലിറ്റീസ് ഉള്ളത്. ഒന്നുകിൽ അത് പോസിറ്റീവ് എക്സ് ആയിരിക്കും, അല്ലെങ്കിൽ അത് നെഗറ്റീവ് എക്സ് ആയിരിക്കും. ഈ 2 വാല്യൂസേ mod x-നകത്തുള്ള എക്സിന് വരാൻ പറ്റുള്ളൂ. സോ ഇവിടെ നമ്മൾ കൊടുക്കുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് എക്സ് ടെൻസ് ടു 0 - ആണ്. എന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂസ് എല്ലാം തന്നെ 0യേക്കാൾ ചെറുതായിരിക്കും. 0യേക്കാൾ ചെറുതാണെങ്കിൽ ഉറപ്പായിട്ടും ആ നമ്പേഴ്സ് എല്ലാം നെഗറ്റീവ് ആയിരിക്കും. സോ എന്തായിരിക്കും? mod x-ലെ എക്സിൻ്റെ വാല്യൂ ഉറപ്പായിട്ടും നെഗറ്റീവ് എക്സ് ആയിരിക്കും. കാരണം എക്സ് ടെൻസ് ടു 0 - ആയതുകൊണ്ട്. എന്തുകൊടുത്തു? നമ്മളവിടെ mod x-ന് പകരം നെഗറ്റീവ് എക്സ് എന്ന് കൊടുക്കാൻ പറ്റും. സോ ഇവിടുന്ന് ഒരു എക്സും കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ വരിക -1 എന്നാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 - -1 എന്ന് കിട്ടും. സോ ഇവിടെ ഫംഗ്ഷനകത്ത് എക്സിൻ്റെ ടേംസ് ഒന്നുമില്ല, അപ്പോൾ നമുക്ക് ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സോ എന്തായിരിക്കും ഫംഗ്ഷൻ്റെ വാല്യൂ? -1 തന്നെയാണ് ഫംഗ്ഷൻ്റെ വാല്യൂ കിട്ടുക. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് ലിമിറ്റ് -1 എന്ന് കിട്ടി. അടുത്തായിട്ട് വേണ്ടത് റൈറ്റ് ലിമിറ്റാണ്. റൈറ്റ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 + എഫ് ഓഫ് എക്സ് എന്ന് വരും. സോ വീണ്ടും നോക്കുക, എക്സിൻ്റെ വാല്യൂ 0യേക്കാൾ കൂടുതൽ, 0 അല്ല 0യേക്കാൾ കൂടിയ വാല്യൂസാണ് വരിക. അതാണ് 0+ കൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ എക്സിൻ്റെ വാല്യൂ വീണ്ടും 0 അല്ല, 0 അല്ലാതെ ഏത് വാല്യൂ വന്നു കഴിഞ്ഞാലും ഫംഗ്ഷൻ്റെ വാല്യൂ mod x/x ആണെന്ന് ക്വസ്റ്റിനകത്തുണ്ട്. അത് എക്സ് ≠ 0 ആകുമ്പോൾ ഫംഗ്ഷൻ്റെ വാല്യൂ mod x/x ആണ്. സോ വീണ്ടും എന്ത് കിട്ടും? നമുക്കിവിടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 + എഫ് ഓഫ് എക്സിന് പകരം mod x/x എന്ന് കൊടുക്കാൻ പറ്റും. കാരണം അവിടെ എക്സിൻ്റെ വാല്യൂ 0 അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ വാല്യൂ mod x/x ആണ്. അപ്പോൾ വീണ്ടും നമ്മൾ എന്ത് കൊടുത്തു?
എഫ് ഓഫ് എക്സിന് വരെ mod x ബൈ എക്സ് എന്ന് കൊടുത്തു. ഇനി ആലോചിക്കേണ്ട കാര്യം വീണ്ടും എന്ത് ചെയ്യുക, ഇവിടെ mod x തന്നെയാണുള്ളത്. വീണ്ടും mod xലെ എക്സിന് 2 വാല്യൂസ് ഉണ്ട്. ഒന്നുകിൽ അത് പോസിറ്റീവായിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിരിക്കാം. ഇവിടെ 0+ ആണ്, എക്സിൻ്റെ വാല്യൂസ് എല്ലാം 0യേക്കാൾ കൂടിയ വാല്യൂസാണ് വരിക. അപ്പോൾ ഉറപ്പാണ് എന്തില്ല, അവിടെ നെഗറ്റീവ് വാല്യൂസ് ഒന്നും കാണില്ല, എല്ലാം തന്നെ പോസിറ്റീവായിരിക്കും. സോ ഈ എക്സ് ഉറപ്പായിട്ടും എല്ലായ്പ്പോഴും പോസിറ്റീവാണ്. സോ അവിടെ എക്സ് എന്ന് കൊടുത്തു, താഴെയുള്ള എക്സ് അതുപോലെ. വീണ്ടും 2x കട്ടായി പോയി കഴിഞ്ഞാൽ ബാക്കി അവിടെ +1 എന്നാണ് കിട്ടുക. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0+1 എന്ന് കിട്ടും. വീണ്ടും ഇവിടെ എക്സിന് ടേം ഇല്ല, അപ്പോൾ എന്ത് ചെയ്യുക, ഫംഗ്ഷൻ്റെ വാല്യൂ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞാലും 1 എന്ന് തന്നെ ആയിരിക്കും കിട്ടുന്ന ആൻസർ. അപ്പോൾ നമുക്കിവിടെ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് കിട്ടിയത് +1 എന്നാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 മൈനസ് എഫ് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 പ്ലസ് എഫ് ഓഫ് എക്സ് ആണ്. അതായത് ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ അല്ല എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് പറയാൻ പറ്റും ഫംഗ്ഷൻ 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് അല്ല. അപ്പോൾ നമുക്ക് ചോദിച്ച ക്വസ്റ്റ്യനും ഇത് തന്നെയാണ്, ഫംഗ്ഷൻ ഏത് പോയിന്റിലാണ് കണ്ടിന്യൂസ് അല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുക. സോ ഒരേ ഒരു പോയിൻ്റേ കാണുള്ളൂ, 0 എന്ന് പറയുന്ന ഒരു ഒറ്റ പോയിന്റിലായിരിക്കും ഫംഗ്ഷൻ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ളത്. അപ്പോൾ സപ്പോസ് ഇവിടെ കിട്ടിയത് നമുക്കിവിടെ ഈക്വൽ ടു ഈ രണ്ട് ഫംഗ്ഷൻ്റെ വാല്യൂ, ഇപ്പോൾ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ്, 0 എന്ന് പറയുന്ന പോയിന്റിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ആ 0 ഒഴിച്ചുള്ള ബാക്കി എല്ലാ പോയിന്റിലും ഫംഗ്ഷൻ എന്തായിരിക്കും, കണ്ടിന്യൂസ് തന്നെ ആയിരിക്കും. അതായത് ആ തന്നിരിക്കുന്ന ഫംഗ്ഷന് ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒന്നും തന്നെ കാണില്ല.